പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ പൂരം. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. അവധിക്കാലം ആഘോഷിക്കാൻ കാശ്മീരിലെത്തിയ ഷൊർണൂർ കുളപ്പുള്ളിയിലെ 4 കുടുംബങ്ങൾ സുരക്ഷിതരായി തിരികെ നാട്ടിലെത്തിയെങ്കിലും ഭീകരാക്രമണത്തിന്റെ ആ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും അവർ മോചിതരായിട്ടില്ല. പഹൽഗാമിനോട് ഏതാണ്ട് 10 കിലോമീറ്ററോളം മാത്രം ദൂരം ബാക്കിയിരിക്കെ യാത്ര അവസാനിപ്പിച്ച് തിരികെ മടങ്ങുകയായിരുന്നു 12 അംഗം മലയാളി സംഘം. കഴിഞ്ഞ ഏപ്രിൽ 17-നായിരുന്നു കുളപ്പുള്ളിയിലെ നിളയോരം റെസിഡൻസ് അസോസിയേഷനിലെ 4 കുടുംബങ്ങൾ കാശ്മീരിലേക്ക് യാത്ര പോയത്. അയൽവാസികളായ സുനിത, സന്തോഷ്, രശ്മി, വിനോദ് എന്നിവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 12 പേരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത്. സംഘത്തിലെ സുനിതയുടെ ഭർത്താവ് സണ്ണിലാൽ കാശ്മീരിൽ ഇന്ത്യൻ ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയാണ്. അങ്ങനെയാണ് ഇവർ യാത്രയ്ക്കായി കാശ്മീർ തന്നെ പറഞ്ഞു ഉറപ്പിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും വിമാനം കയറിയ ഇവർ പിറ്റേന്ന് അതിരാവിലെ തന്നെ ശ്രീനഗറിലെത്തി. ശ്രീനഗറിലെ ഡാൽ ഗേറ്റിലായിരുന്നു ഇവർ തങ്ങിയത്. 4 ദിവസങ്ങൾ കാശ്മീരിലെ വിവിധ താഴ്വാരകളിലൂടെ ഇവരുടെ സംഘം യാത്ര ചെയ്തു. യാത്ര തിരിക്കുന്ന അവസാന ദിനങ്ങളിലായിരുന്നു ഞെട്ടിക്കുന്ന വെടിവയ്പുണ്ടായത്. അന്നേ ദിവസം ഉച്ചയ്ക്ക് 2:30 അരിവാലിയിൽ നിന്നും ചന്ദൻവാടിയിലേക്ക് പോകുന്നതിനിടെയാണ് ഇവർക്ക് അപായ സന്ദേശം ലഭിക്കുന്നത്. ആദ്യം പ്രകൃതിക്ഷോഭമാകും എന്നു കരുതി ഇവർ അല്പസമയം അവിടെ തന്നെ ചെലവഴിച്ചു. പിന്നീട് സൈന്യങ്ങൾ ഉൾപ്പെടെ താഴ്വാരയിൽ നിന്നും മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ അപകട സൂചന മനസ്സിലാക്കി ഇവർ തിരികെ ഇറങ്ങി. അതിനിടെയാണ് മലകളുടെ മുകളിൽ വെടിവയ്പുണ്ടായെന്നും ആദ്യം ഒരാൾ കൊല്ലപ്പെട്ടു എന്നും പിന്നീട് 5 പേർ കൊല്ലപ്പെട്ടു എന്നും ഇവർ അറിയുന്നത്. പിന്നീട് ഇവർ ലക്ഷ്യമിട്ട കുതിരസവാരി ഒഴിവാക്കി തിരികെ ഇറങ്ങി. അവിടെ നിന്നും 80 കിലോമീറ്റർ ദൂരം തിരികെ സഞ്ചരിച്ച് ഇവരുടെ താമസ സ്ഥലത്ത് എത്തി ലഗേജുകൾ എടുത്ത് തിരികെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, CCV.